بسم الله الرحمن الرحيم الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും എപ്പോഴും നമ്മൾ പടച്ചവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യം അതാണ്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. ആ മുറാദോടു കൂടിയാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റമളാനിലെ നോമ്പും സ്വതക്ക സക്കാത്തുകളും എല്ലാ കാര്യങ്ങളുടെയും ലക്ഷ്യം, അന്തിമമായ ലക്ഷ്യം സ്വർഗത്തില് ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കടന്നു പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. സഹാബിമാരും ഇതുപോലെ തന്നെ ഇൽമിന്റെ മജ്ലിസിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഈ ഇരുത്തവും അതിനു വേണ്ടിയാണ്. ആ സഹാബിമാരൊക്കെ മജ്ലിസിന്റെ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന സന്ദർഭത്തില് പരസ്പരം പറഞ്ഞിരുന്നൊരു വർത്തമാനമുണ്ട്. മിൻഹുന നബ്ദ് വഫിൽ ജന്നത്തി നൽതഖി. ഇവിടെ നിന്ന് തുടങ്ങാം, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. ഇതായിരുന്നു അവിടെയൊക്കെ ഇൽമിന്റെ മജ്ലിസിൽ വന്ന് ഇരിക്കുമ്പോഴുള്ള നെയ്യത്ത് പോലും. അപ്പൊ നമ്മുടെ ഈ ഇരുത്തത്തിന്റെ നെയ്യത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതാണ്. മിൻഹുന നബ്ദ്, ഇവിടെ നിന്ന് തുടങ്ങാം. എന്തിനു വേണ്ടി? വഫിൽ ജന്നത്തി നൽതഖി, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ വേണ്ടി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിന്ന് എഴുതി വെച്ചിട്ടുള്ള വിഷയം സ്വർഗം കിനാവ് കണ്ടുകൊണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോടും എന്നോടും ഒക്കെ പങ്കുവെക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും സ്വർഗത്തെ കിനാവ് കണ്ടിട്ടുണ്ടോ? സ്വർഗത്തെ നമ്മുടെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ നടക്കുന്ന ഒരു കാഫില. ആ കാഫിലയിൽ ഉപ്പയുണ്ട് ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ ഉപ്പയുടെ അടുത്തെത്താൻ വേണ്ടി ഉപ്പയുടെ കൈ പിടിച്ച് വളരെ ധൃതിയിൽ പോകുന്നു. സ്വർഗത്തിലേക്കുള്ള കാഫിലയാണ്. റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട് ഉപ്പ ഇടക്കിടക്ക് മുന്നിലേക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ കൈ പിടിച്ച് ഉമ്മയുണ്ട് ധൃതിയിൽ പോകുന്നു. ഞാൻ എന്റെ ഭാര്യയെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഭാര്യ എന്റെ മക്കളെയൊക്കെ ഒപ്പം ചേർത്ത് റസൂലിന്റെ ആ കാഫിലയിൽ ഇങ്ങനെ ധൃതി പിടിച്ച് സ്വർഗത്തിലേതോ ഒരു കവാടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് നമ്മൾ കൽബിൽ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഇത് മനോഹരമായ കാഴ്ചയാണതല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഉപ്പാക്ക് ധൃതിയാണ് റസൂലിനെ കാണണം. കാരണം റസൂൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, റസൂലെ, എനിക്ക് നിങ്ങളെ കാണാതെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഭയപ്പെടുന്നുണ്ട്, നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയോ എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ എന്താ വഴി, കാണാൻ പറ്റുമോ എന്നിങ്ങനെ റസൂലിനോട് ഇങ്ങനെ വല്ലാത്ത ആദ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. റസൂല് പഠിപ്പിച്ചു കൊടുത്തല്ലോ ആ മനുഷ്യന്, ആ സഹാബിക്ക് ഉണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കാന മഈ ഫിൽ ജന്ന, ഉറപ്പാണ് സ്വർഗത്തിൽ എന്റെ ഒപ്പം ഉണ്ടാകും എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഹദീസ് മനസ്സിൽ വെച്ചിട്ട് ഉപ്പ ഇങ്ങനെ ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലിനെ കാണണം, റസൂലിന്റെ കൂടെ ഇരിക്കണം. ഇങ്ങനെ ഒരു കുടുംബം, ഇങ്ങനെ ഒരു കാഴ്ച മനസ്സിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മളോട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത്. അങ്ങനെ കണ്ണിൽ കാണുന്ന ഒരു രീതി നമുക്കുണ്ടോ? ഉണ്ട്. കണ്ണിൽ നമ്മൾ പലതും കാണാറുണ്ട്, സ്വപ്നത്തിൽ പലതും കാണാറുണ്ട്, കിനാവില് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ നമ്മൾ കിനാവ് കാണാറുണ്ട്. ഒരു ടൂറ് പോവുകയാണ്, ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ആ പോകുന്നതിന്റെ തലേനാൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിലപ്പോ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു എന്ന് വെക്കും. കാരണം അത്രമാത്രം കൊതിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ ആ സമയങ്ങളും ആ സ്ഥലങ്ങളും ആ യാത്രയും ആ വാഹനത്തിലുള്ള യാത്രയും ഒക്കെ നമ്മൾ തലേനാൾ രാത്രിയിൽ കണ്ടെന്ന് വരും. കാരണം എന്താ? അത്രയേറെ കൊതിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് സ്വർഗത്തെയും നമ്മൾ മനസ്സിൽ കാണും.
നമ്മുടെ കിനാവിൽ കാണും. എന്ത് വേണം? അത്രയേറെ കൊതിയുണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ കൊതിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ, ആ ഒരു കിനാവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ എന്റെ സംസാരം തുടങ്ങുന്നത്. സ്വർഗത്തിന്റെ വിവരണങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ആർക്കാണ് ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക എന്നതിനെ കുറിച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിത സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നമുക്ക് സ്വർഗത്തെ ഇങ്ങനെ കണ്ണിൽ കാണുന്ന വിധം കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനിലൊക്കെ അവതരിപ്പിക്കുന്ന ഓരോരോ രീതി ഇങ്ങനെ കാണുമ്പോ നമ്മൾ കൊതിച്ചു പോകുന്ന രീതിയാണ്. ഖുർആനൊപ്പം ചേർത്ത് പിടിച്ചിട്ട് റബ്ബേ ഈ സ്വർഗത്തില് എന്നെയും എന്റെ മക്കളെയും ചേർത്ത് വെക്കണേ എന്നുള്ളത് പ്രാർത്ഥിച്ചു പോകുന്ന രീതിയിലാണ് ഖുർആൻ ഇങ്ങനെ. അതിലെ പദപ്രയോഗങ്ങൾ പോലും സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ സ്നേഹമുള്ള, വളരെ ചെറിയ നൈർമല്യമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ജന്നാത്തിൽ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ഇങ്ങനെ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലാണ്. അതിങ്ങനെ നല്ല ഈണത്തിൽ പാരായണം ചെയ്താൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ, ആ രീതിയിലുള്ള വാക്കുകളാണ് പ്രയോഗിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ സ്വർഗത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ വിവരണത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് ആർക്ക് ലഭിക്കും എന്നതിനെ കുറിച്ച് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം അൽ ഇൻസാനുൽ ഹയവാനി, മൃഗതുല്യമായ മനുഷ്യൻ എന്നുള്ളതാണ്. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, മൃഗതുല്യമായ കൽ അൻആം ബൽഹും അളൽ, മൃഗങ്ങളെക്കാൾ മോശമായ ആളുകൾ എന്ന് പറയും. അപ്പൊ നമുക്ക് ആലോചിക്കും, മൃഗങ്ങളെക്കാൾ മോശമായ ആൾക്കാരുണ്ടാവും? പത്രം വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഈ പറഞ്ഞത് ഇങ്ങനെ നേരെ കാണാം. കൽ അൻആം ബൽഹും അളൽ, സ്വന്തം ഉമ്മയെ തിരിച്ചറിയാത്ത, ഉമ്മയെ കുത്തിക്കൊന്നിട്ട് അതിൽ ആഹാരം ചൊരിയുന്ന, ലഹരിയുടെയൊക്കെ പിടിയിൽപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ നാട്ടിലെ എല്ലാം അറിയുന്ന വഖല്ലാ റബ്ബുക എന്നൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ പക്ഷേ ബൽഹും അളല്, അഥവാ കൽ അൻആം, മൃഗങ്ങളെപ്പോലെ അല്ല, ബൽഹും അളൽ, അതിലേറെ മോശമായിട്ട് ചില ആളുകളുണ്ട്. അതുകൊണ്ട് അൽ ഇൻസാനുൽ ഹയവാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഒരു കാറ്റഗറി. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാറ്റിനും പുച്ഛമായിരിക്കും. എന്തു വന്നാലും ആസ്വദിച്ചിടണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം. ഈ ജീവിതം ഇങ്ങനെ അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ആ തിയറിയാണല്ലോ നമ്മുടെ മക്കൾക്ക് ഇപ്പൊ പറഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തിയറിയാണല്ലോ നമ്മുടെ മക്കൾക്ക് ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അധികാരികളും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ളവരും എല്ലാ അത് ആ തിയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ തീരുമാനം, എന്റെ ശരീരമാണ്, അത് എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുത്ത്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അക്രമങ്ങളുടെയും തുടക്കം അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം എന്തു വന്നാലും ആസ്വദിച്ച് ജീവിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ആ വിഭാഗത്തിന് സർവ്വ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം. എല്ലാം ഒരു നിയമവും ഇല്ലാത്ത ഒരു ജീവിതം, ഒരിക്കലും നടക്കാൻ പോകുന്ന ജീവിതമല്ലത്. ഒരു നിയമവും ഇല്ല എന്ന് പ്രസംഗിക്കാൻ വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ആശയം പറയാൻ വേണ്ടി വരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര നിയമങ്ങൾ പാലിച്ചിട്ടാണ് അയാൾ ഇവിടെ എത്തുക? അപ്പൊ ആ ഒരു വിഭാഗത്തിലെ തിയറി തന്നെ ഒന്നാമത് തെറ്റാണ്. ഒരിക്കലും തന്നെ അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരു നിയമവും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന തിയറി തന്നെ ഒന്നാമത് നിങ്ങൾ ആലോചിച്ച് നോക്കും. മൈ ബോഡി എങ്ങനെ പറയാൻ കഴിയും? എന്റെ ശരീരം എന്നുള്ളത് എന്റെ ശരീരമാണ് എങ്കിൽ എന്റെ ശരീരത്തിന് പിന്നീട് പനി ബാധിക്കാൻ പാടില്ല, അസുഖങ്ങൾ, രോഗങ്ങൾ ബാധിക്കാൻ പാടില്ല. കാരണം എന്റെ ശരീരമാണല്ലോ, പക്ഷെ ബാധിക്കുന്നു. അപ്പൊ എന്റെ ശരീരം എന്നുള്ള മൈ ബോഡി എന്നുള്ള ഒന്നാമത്തെ ഭാഗം തന്നെ തെറ്റാണ്. പിന്നെയല്ലേ മൈ ചോയ്സ്, എന്റെ തെരഞ്ഞെടുപ്പ് എന്ന് എനിക്ക് തോന്നിയ പോലെ ചെലവഴിക്കും എന്നൊക്കെ പറയാൻ പിന്നീടല്ല നമുക്ക് കഴിയുക. അപ്പൊ ഒന്നാമത്തെ ആ ഭാഗം തന്നെ തെറ്റാണ്. അങ്ങനെ നടക്കുന്ന ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിയറി എന്ന് പറയും മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ആശയത്തിന്റെ പ്രചരണത്തിന് ഇങ്ങനെ നടക്കുകയാണ്. എങ്കിൽ പിന്നെ അയാൾ ആദ്യം ചെയ്യെന്താ? ബാക്കിയുള്ളവരെ മുഴുവൻ കുരങ്ങാക്കാനാണ് ശ്രമിക്കുക. ബാക്കിയുള്ളവരെ മുഴുവൻ കുരങ്ങാക്കിയാലാണ് അയാൾക്ക് അയാളുടെ തിയറിയെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അയാൾ പറയുന്ന ഒരു തിയറി എന്ന് പറയുന്ന മനുഷ്യൻ കുരങ്ങിൽ നിന്ന്, അതുകൊണ്ട് തന്നെ അയാൾ തീരുമാനിക്കും ഈ മനുഷ്യർ, എന്റെ മുമ്പിലുള്ള മനുഷ്യരൊക്കെ കുരങ്ങിൽ നിന്നുള്ളതായതുകൊണ്ട് കുരങ്ങും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രകടമായ വ്യത്യാസം. മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു, കുരങ്ങ് വസ്ത്രം ധരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ വസ്ത്രം ഉരിയണം, ആദ്യം വസ്ത്രമില്ലാതാകണം, എങ്കിലേ കുരങ്ങിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ, പെൺമക്കളുടെയൊക്കെ തലയിലെ തട്ടമുരിഞ്ഞിട്ട് അവർ ആഹ്ലാദിക്കുകയാണ്, ഞങ്ങളാണ് ഈ പുരോഗമനം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആളുകൾ ആദ്യം ചെയ്യുന്ന പണി അതാണ്. ഇബ്ലീസും ആദ്യം ചെയ്യുന്ന പണി അതാണല്ലോ അല്ലേ?
ഇബ്ലീസ് ഒരു പഴം കഴിക്കാൻ പറഞ്ഞപ്പോ പഴം കഴിച്ചതോടുകൂടി ആദമും ഹവ്വയ്ക്കും എന്താ സംഭവിച്ചത്? നഗ്നരായി എന്നാണ് പറയുന്നത് ഖുർആൻ. അപ്പൊ ആ ഒരു വസ്ത്രമില്ലാത്തൊരവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ തിയറി. രണ്ടാമത്തെ, നമുക്ക് കുരങ്ങും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, അത് മനുഷ്യന് നിയമങ്ങളുണ്ട്, കുരങ്ങിന് നിയമമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയും കുരങ്ങിൽ നിന്നാണ് മനുഷ്യരുണ്ടായത് എന്ന് പറയുന്ന ആളുകൾ പറയും ഒരു നിയമവും ഉണ്ടാവാൻ പാടില്ല എന്ന്. ഒരു നിയമം ഉണ്ടാവാൻ പാടില്ല, തോന്നിയ പോലെ ജീവിക്കാം എന്നുള്ളതാണ്. അതാണ് ഈ തിയറിയിലേക്കാണ് നമ്മുടെ മക്കളെയൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യരുടെ ഒരു പ്രത്യേകത പറഞ്ഞു എന്നുള്ളൂ. അനാം ബൽഹും അളല്, മൃഗതുല്യമായ ജീവിക്കുന്ന മനുഷ്യർ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് അൽ ഇൻസാനു ഷൈത്താൻ. അവർക്കറിയാം ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും നന്നായി മനസ്സിലാക്കിയ ആളുകളാണ്. പക്ഷെ എന്താണ്, ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ടിട്ടാണ് അവരെല്ലാവരും ഇങ്ങനെ പിഴച്ചു പോകുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അർത്ഥം എന്താണ്? 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം അല്ലേ? മിൻ ഐന ജിഅത ഇല ഐന തദ്ഹബൂൻ ലി ഐ ഷൈഇൻ, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്തിനു വേണ്ടി വന്നു? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് അവരുടെ അടുത്ത്. ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ടിട്ട് അതിൽ നിന്നൊക്കെ മാറി നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയുമല്ലേ? ആ ആളുകളെ കുറിച്ചാണ് അൽ ഇൻസാനു ഷൈത്താനി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗമുണ്ട് അൽ ഇൻസാനു റബ്ബാനി. ആ വിഭാഗത്തെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. സ്വർഗം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, റബ്ബിന്റെ ആളുകൾ, എല്ലാം സ്വർഗത്തിന് വേണ്ടിയിട്ട് ത്യജിക്കുന്ന ആളുകൾ, തന്റെ എല്ലാം മുഴുവനും, തന്റെ ശരീരം വരെ, എന്റെ ജീവൻ വരെ സ്വർഗത്തിന് വേണ്ടി ത്യജിച്ചു കളയുന്ന, മാറ്റിവെക്കുന്ന, സ്വർഗം കിനാവ് കണ്ട് നടക്കുന്ന മനുഷ്യർ, റബ്ബാനികൾ എന്ന് പറയുന്ന ആ കൂട്ടര്, അവരെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഞാൻ ബാക്കിയുള്ള 2 ആളുകളെ കുറിച്ചും 2 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല്, അവരെ കുറിച്ച് അറിഞ്ഞത് ഈ 3 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിലേതിലാണ് ഞാനെന്നുള്ളത് നെഞ്ചിലൊന്ന് കൈവച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം മാത്രമായിരിക്കും ഹൃദയത്തിലുണ്ടാവുക. ഫി കുല്ലി ഖുലൂബിക്കും, ഹൃദയം നിറയെ, അൽ ജന്നത്ത് ഫി കുല്ലി ഖുലൂബിക്കും, ഹൃദയം നിറയെ സ്വർഗത്തെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ലൈസ ശൈഉൻ ഫീഹി, അതിൽ പിന്നെ വേറൊന്നും ഉണ്ടാവില്ല അവിടെ. ആ ഹൃദയത്തിന് പിന്നീട് വേറൊന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അതിന് നിരന്തരമായ മത്സരം നടത്തുന്ന ആളുകളാണ്. ബദർ യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടിട്ടുണ്ടാവും. അതിലൊരു ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്. വളരെ ചെറിയ ഒരു കൗമാരപ്രായക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് യുദ്ധത്തിന് പോരേണ്ടതില്ല, അവരെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ഈ ചെറിയ പയ്യൻ, ഈ ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ റസൂൽ ഇങ്ങനെ അള്ളാന്റെ റസൂൽ സ്വഫായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. യുദ്ധത്തിന് പോകാനുള്ള ആളുകൾക്കൊക്കെ സ്വഫായി വരിവരിയായിട്ട് ഇങ്ങനെ നിരക്ക് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിർത്തുന്ന സമയത്ത് ഈ ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി റസൂൽ ഇങ്ങോട്ട് വരുമ്പോൾ റസൂലിനെ മാറിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ റസൂൽ അങ്ങോട്ട് പോകുമ്പോൾ ആ ഉമൈർ റസൂലിനെ മാറിയിട്ട് ഇങ്ങോട്ട് പോകും. ഇതിങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് സഅദ് ബിൻ അബി വക്കാസ്, അഥവാ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ജ്യേഷ്ഠനാണ്. ആ സഅദ് ബിൻ അബി വക്കാസ് ഉമൈറിനെ പിടിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, നീ എന്ത് കളിയാണ് ഈ കളിക്കുന്നത് ഉമൈറെ? റസൂലിനെയാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത്, റസൂലിനെയാണ് നീ ഇങ്ങനെ കബളിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു വല്ലാത്ത ആഗ്രഹം കൊണ്ട് പറഞ്ഞുപോയി, സഅദ് നിനക്കറിയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികളെ കൊണ്ടുപോകാൻ, ചെറിയ കുട്ടികളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും യുദ്ധത്തിന് ഈ കാഫിലയിൽ കൊണ്ടുപോകുകയില്ല, ചേർക്കുകയില്ല എന്ന് റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ എങ്ങാനും കണ്ടാൽ റസൂൽ ഈ കാഫിലയിൽ നിന്ന്, ഈ സ്വഫിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ മാറിക്കിടക്കുന്നത് എന്നുള്ള. അപ്പൊ സ്വർഗത്തിനുള്ള ഒരു ചാൻസും എല്ലാ ഉദറുകളും ഉണ്ടായിട്ടും നമുക്കറിയാം, നമ്മളൊരു സമരത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഒരു സമരത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉദിറുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. എന്നാൽ ഉമൈർ റളിയല്ലാഹു അൻഹു എല്ലാ ഉദിറുമുണ്ട്, പോരാൻ പറ്റുകയില്ല എന്നടക്കമുണ്ട്. പക്ഷേ അള്ളാഹിന്റെ റസൂലിനെ കബളിപ്പിച്ചിട്ടെങ്കിലും ഈ യുദ്ധത്തിന് ചേരണം, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തണം, ഷഹീദാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവാ. അതിന് ഉമൈറിനെ കണ്ടു, ഉമൈർ റളിയല്ലാഹുവിനെ കണ്ടു, ഉമൈർ റളിയല്ലാഹുവിനെ വിളിച്ചു. എന്നെപ്പോലുള്ള ചെറിയ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയില്ല, യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉമൈർ റളിയല്ലാഹുവിനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുക. പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് കുറുമ്പ് കാട്ടി കരയാ. എന്തിനു വേണ്ടിയാ ഈ കുറുമ്പ് കാട്ടുന്നത്? എവിടെയെങ്കിലും ടൂർ പോകാനാണ്? അല്ല. എന്തെങ്കിലും ആഗ്രഹമുള്ളത് നേടാനാ? ഈ ഒരു ഭൗതികമായ എന്തെങ്കിലും കിട്ടാനാണോ? അല്ല. എന്റെ സഅദിന്റെ കൂടെ, ജ്യേഷ്ഠനായിട്ടുള്ള സഅദിന്റെ കൂടെ അവൻ സ്വർഗത്തിലേക്ക് പോകും.
ഈ യുദ്ധത്തിലെങ്ങാനും ഷഹീദായ അവൻ സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് അവൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പറ്റൂല, എനിക്ക് കൂടെ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സഅദിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹുവിന്റെ കൂടെ കൂടിയിരിക്കുക. അതിൽ നിന്ന് ആ ചാൻസ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് ആര് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ റസൂലിനെ കബളിപ്പിച്ച് നടക്കുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവസാനം പറഞ്ഞു, പോര്, നീയും പോര്. അങ്ങനെ അള്ളാന്റെ റസൂല് കൂടെ കൂട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഞങ്ങളുടെ ഈ വെള്ളവും അതുപോലെ തന്നെ ഈ സാമഗ്രികളൊക്കെ പിടിച്ചിങ്ങനെ നടന്നാൽ മതി, അവിടെ നിന്നാ മതി, അതിനൊക്കെ കാവലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഉമർ റളിയല്ലാഹുവിന്റെ ആഗ്രഹം അതല്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ കൂടെ ബദരീങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യണം എന്നുള്ളത് തന്നെയാണല്ലോ. അങ്ങനെ അള്ളാന്റെ റസൂൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഉമർ റളിയല്ലാഹു യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് ശത്രുക്കൾക്കെതിരെ അതിധീരമായിട്ട് പോരാടി ആ പടക്കളത്തില് ഷഹീദായി. അങ്ങനെ ബദരീങ്ങളുടെ പേരെഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഉമയ്ർ ബിൻ അബീ വഖാസ്, ഏറ്റവും ചെറിയ പ്രായമുള്ള ഷഹീദിന്റെ പേര്, ബദരീങ്ങളുടെ പേര് അതിൽ നമുക്ക് കാണാൻ കഴിയും. ബദരീങ്ങളുടെ പേരില് ഒരാൾ ഈ പേരാണ് നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടിയിട്ട് പരസ്പരം മത്സരിച്ചിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരു വാപ്പയുടെയും മകന്റെയും കഥകൾ കേട്ടിട്ടുണ്ടാവും. സഹാബിമാരുടെ ഇടയിൽ ഇതേപോലെ ബദർ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തില് അല്ലാന്റെ റസൂല് പറഞ്ഞു, ഒരു വീട്ടിൽ 2 ആണുങ്ങളാണുള്ളത് എങ്കിൽ ഒരാൾ യുദ്ധത്തിന് പോവുക, മറ്റേ ആള് വീട്ടിലുള്ള സ്ത്രീകൾക്ക് കാവലായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു വീട്ടില് ഒരു മകനും വാപ്പയും മാത്രമാണ് ആണായിട്ടുള്ളത്. അപ്പൊ വാപ്പാക്കും മകനും ഈ ഒരു യുദ്ധത്തിന് പോകണം, അങ്ങനെ ഷഹീദാകണം, സ്വർഗം വേണം. അങ്ങനെ ആരും വിട്ടെടുക്കുന്നില്ല, മകനും വാപ്പയും ഒന്നും വിട്ടെടുക്കുന്നില്ല. വാപ്പ ഒരുപാട് ചോദിച്ചു, എനിക്ക് ആ ചാൻസ് തന്നാളാ എന്നൊരുപാട് പറഞ്ഞു നോക്കി. അപ്പനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ള അർത്ഥത്തിൽ മിണ്ടാ നടക്കുക. മകൻ ഇത് ഒരിക്കലും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അവസാനം പ്രശ്നം റസൂലിന്റെ അടുത്തെത്തി. റസൂലിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ട്. പോയി ചെന്ന് നോക്കിയപ്പോൾ മകനോട് ഒരുപാട് റസൂലും പറഞ്ഞു, പക്ഷേ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നടക്കുക, വിട്ടുകൊടുക്കുന്നില്ല. അവസാനം അല്ലാന്റെ റസൂല് പറഞ്ഞു, ഞാനൊരു നറുക്കിടാം. അങ്ങനെ നറുക്ക് വന്ന് വീഴുന്ന ആൾക്ക് യുദ്ധത്തിന് വേണ്ടി പോകാം എന്നുള്ളതാണ്. അങ്ങനെ നറുക്കിട്ട് വന്നപ്പോ ഈ മകനാണ്, സഅദ് എന്ന് പറയുന്ന മകനാണ്, ഉപ്പ ഹൈസമയുടെ മകനാണ് നറുക്ക് വന്ന് വീഴുന്നത്. അങ്ങനെ വാപ്പാക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ വല്ലാതെ കൊതിച്ചു പോയതാണിത്. ഈ നറുക്കിലെങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ ഈ കൈസമ എന്ന് പറയുന്ന ഈ ഒരു സഹാബി, എഴുതിയ ആളിങ്ങനെ എഴുതി വെച്ച് കണ്ടാലറിയാം, അത് കരഞ്ഞുകൊണ്ടല്ലാതെ ആ ചരിത്രം വായിക്കാൻ കഴിയില്ല. ഈ വാപ്പ ഇങ്ങനെ മകന്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. ഏതുപോലെ അവർ പറയുന്നുണ്ട്, നമ്മുടെ വാപ്പാരൊക്കെ ഇങ്ങനെ ചെറിയ മിഠായിയൊക്കെ കൊടുത്ത് കീശയിൽ വെച്ച് കഴിഞ്ഞാല് കുട്ടികളുണ്ടല്ലോ ചുറ്റും ഇങ്ങനെ നടക്കുന്നത്, അതുപോലെ വല്ലാത്ത കൊതിയോടുകൂടി ആഗ്രഹത്തോടു കൂടി ഉണ്ടൊരു നടത്തം. അതുപോലെ ഇങ്ങനെ നടക്കുകയാണ് ഈ വാപ്പ ഇങ്ങനെ നടക്കുക മകന്റെ ചുറ്റും. പക്ഷെ മകനൊരു കൂസലുമില്ല. മകൻ വല്ലാത്ത ഹാപ്പിയിലാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള നറുക്കണിക്കാണ് വീട്ടുള്ളൂ എന്നുള്ള ആഗ്രഹത്തില് യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വാപ്പ നിയന്ത്രണം വിട്ടിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മോനെ ഞാൻ എന്റെ ബാപ്പ അല്ലടാ, എനിക്ക് ആ ചാൻസ് തന്നൂടെ? നമ്മളിപ്പാരൊക്കെ ചോദിക്കാറുണ്ടല്ലേ, അതേപോലെ ഒരു ചോദ്യം, ഞാൻ എന്റെ വാപ്പല്ലടാ, എനിക്ക് ആ ചാൻസ് തന്നൂടെ എന്നുള്ളത്. ഇത് കണ്ടോളൂ, ഈ വാക്കുകളിൽ പോലുമുണ്ട് മത്സരം, ഈ വാക്കുകളിൽ പോലുമുണ്ട് ആഗ്രഹത്തിന്റെ അങ്ങേയറ്റത്തെ തീക്ഷ്ണമായ രീതി. വാപ്പ ചോദിക്കുന്ന അവസാനത്തെ വർത്തമാനാണ്, എനിക്ക് ഈ ചാൻസ് തന്നൂടെ എന്നുള്ളതാണ്. മകൻ പറയുന്ന മറുപടി എന്താ? വാപ്പ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ കേട്ടോ, എന്റെ കയ്യിലില്ലെങ്കിൽ ഉള്ളിടത്തുനിന്ന് പോയിട്ട് ഞാൻ കൊണ്ടുവന്ന് തരും. ഉറപ്പാ, എന്റെ ഉപ്പയാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഉള്ളിടത്ത് പോയി കൊണ്ടുവന്ന് തരും. പക്ഷേ ചോദിച്ചത് സ്വർഗ്ഗമായിപ്പോയി, തരാൻ കഴിയില്ല, ഞാനിതിന് പോവാൻ. അങ്ങനെ പോയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തിയിട്ട് അവിടെ വെച്ച് ഷഹീദായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകും. ഈ മത്സരമായിരുന്നു സഹാബിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മത്സരം സഹാബിമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ റസൂലിന്റെ തർബിയത്ത് കിട്ടിയ ആളുകളാണല്ലോ എന്നുള്ളതാണ്. റസൂലിന്റെ തർബിയത്ത് കിട്ടിയ ആളുകളാണല്ലോ എന്നുള്ളതാണ്. യൂസുഫുൽ ഖർലാവി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയ ഒരു 5-6 വാള്യമുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അനുഭവം. അദ്ദേഹത്തിന്റെ താഴെ ജൂനിയറായി പഠിക്കാൻ വന്ന, ക്ലാസ്സിൽ താഴെ ചെറിയൊരു കുട്ടി പഠിക്കാൻ വന്നിരുന്നു. ആ കുട്ടി പഠിക്കാൻ വരുമ്പോഴാണ് ഫലസ്തീന് വേണ്ടിയിട്ടുള്ള അസനുൽ ബന്നിയുടെ പട പോയിക്കൊണ്ടിരിക്കുന്നത്, അസനുൽ ബന്നയുടെ സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത്, ഫലസ്തീന് വേണ്ടിയിട്ട് ജൂതന്മാർക്കെതിരെ പടയോടുവാൻ വേണ്ടിയിട്ട് പോകുന്നത്.
അതറിഞ്ഞിട്ട് ഈ കുട്ടിക്ക് പൂതിയായി, ആഗ്രഹമായി ആ സൈന്യത്തിൽ ഞാനും ഉണ്ടാകണമല്ലോ എന്നുള്ളത്. പക്ഷെ ചെറിയ കുട്ടിയാണ്, ഉമ്മയുപ്പി വലിയ ആഗ്രഹത്തിൽ കൊണ്ടുവന്ന് ചേർത്തതാണ് പഠിക്കാൻ വേണ്ടി. അപ്പോ ഉമ്മയുപ്പിയൊന്നും അയക്കൂല. അതുകൊണ്ട് തന്നെ ആദ്യം കർലാവിയുടെ അടുത്ത് പോയി പറയണത്രേ, നിങ്ങളൊന്ന് പറയണം, എന്റെ ഉമ്മയോട് ആദ്യം പറയണം. അങ്ങനെ ഉമ്മാനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അങ്ങനെ ഉമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചപ്പോൾ പിന്നെയും ആഗ്രഹം എന്താണ്? അത് ഹസനുൽ ബന്നെ തള്ളിക്കളയുമല്ലോ, കുട്ടികളെ ചേർക്കുമില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ ഹസനുൽ ബന്നയോട് നിങ്ങൾക്ക് വലിയ താല്പര്യമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കും എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ഷഹീദായ കുട്ടിയാണ്. ആ കുട്ടി വീണ്ടും പറയുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഇത് ചേർക്കാൻ വേണ്ടി പറയണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആഗ്രഹം ഹൃദയത്തിൽ മുത്തുകഴിഞ്ഞാൽ, ഹൃദയത്തിൽ നിറച്ചു വെച്ചു കഴിഞ്ഞാൽ, പ്രായമില്ല, അതുപോലെ തന്നെ പാണ്ഡിത്യം വേണ്ട, എന്തുണ്ടോ, ഈമാനുണ്ടോ, ഹൃദയത്തിൽ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള വല്ലാത്ത പൂതിയുണ്ടോ, എങ്കിൽ ഇതുപോലെയായിരിക്കും എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കല് SIO എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അപ്പൊ അഥവാ ഒരു വിദ്യാർത്ഥി സംഘടന, ആ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു റാലി ഉണ്ടായിരുന്നു. ബോംബെയിൽ വെച്ചിട്ടൊരു റാലിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഇസ്ലാമികമായ ഒരു പ്രശ്നത്തിനെതിരെയുള്ള വലിയൊരു പ്രതിഷേധ റാലിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള റാലികൾ ഒരു സ്ഥലത്ത് ബോംബെയിൽ ചേരുകയായിരുന്നു. അന്നാണ് പോകുന്നത്. പോകാനുള്ള ചാൻസ് കോളേജിൽ നിന്ന് കിട്ടി, ശാന്തപുരം കോളേജിൽ നിന്ന്. അങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ക്യാൻറ്റീനിൽ ഒരു വർക്കാണ് ചെയ്യാനുള്ളത്. അവിടെ എന്റെ കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിലൊരു അനുഭവം പറയാം. ആ 2 ചെറുപ്പക്കാര് അവരെല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് കോളേജിൽ നിന്ന് പോയതാണ്. അപ്പൊ ഇവരിങ്ങനെ എല്ലാ പണിയും ചെയ്യുന്നു, എന്നോട് ടോക്കൺ കൊടുക്കുന്നു, ഭക്ഷണം വാങ്ങുന്നു, ഇത് മാത്രമാണ് പണി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇടവേളയിൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ, ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്, ഇവർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ള ചോദ്യം, ആ സംശയം ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചു. കോയമ്പത്തൂർ പഠിക്കുന്ന കുട്ടികളാണ്. ഒരാള് കോയമ്പത്തൂര് അയാള് പരിചയപ്പെടുത്തുന്നു. ഞാൻ അവരുടെ പേര് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഞാൻ. ഇയാൾ എന്റെ അനുജനാണ്. അവനവിടെ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ വല്ലാത്തൊരു ആകർഷണീയത തോന്നി. അവരോട് ബഹുമാന ആദരവും കൂടി. അത്ര വലിയൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാള് യാതൊരു മടിയും കൂടാതെ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവരോട് വളരെ വേഗത്തിൽ പറഞ്ഞു, ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കറിയുന്ന പണിയാണ്, നിങ്ങളിവിടെ ഇരിക്കും എന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു. കാരണം അദ്ദേഹം വലിയൊരു സ്ഥാനത്തുള്ള ഒരു മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി, ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതിൽ അതിമനോഹരമായ, ഏറ്റവും മനോഹരമായ ഒരു മറുപടിയാണ്. ഞാൻ നേരിട്ട് കേട്ടത്. സഹാബിമാരുടെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ നേരിട്ട് കേട്ടതിൽ ഏറ്റവും മനോഹരമായ മറുപടിയാണ്. ഷമീൻ, ഇത് ഞാൻ എന്റെ സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്, ഇതിനു മുമ്പിൽ തടസ്സം നിൽക്കരുത്. നിനക്ക് വേണമെങ്കിൽ നിന്റെ സ്വർഗത്തിന് വേണ്ടി വേണ്ടത് ചെയ്യാം, പക്ഷെ എന്റെ മുമ്പിൽ തടസ്സം നിൽക്കരുത്. ഇതൊരു മത്സരമാണ് സുഹൃത്തെ, ഇതൊരു മത്സരമാണ്, സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ആരും വിട്ടുകൊടുക്കാത്ത മത്സരമാണ്. എന്റെ ചാൻസ് മറ്റൊരാൾക്കും കൊടുക്കാത്ത മത്സരമാണ്. അങ്ങനെ ചില മത്സരം ഉണ്ടാവില്ലേ? ആ അത്തരത്തിലുള്ള മത്സരമാണ് ഈ സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് അന്ന് അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് മനുഷ്യരുടെ പ്രത്യേകത തന്നെ. അതാണ് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത്. ഇതുപോലെ മുന്നോട്ട് പോകുന്ന മത്സരമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇവരുടെ പ്രത്യേകത എന്താണ്. ഞാൻ പറഞ്ഞ റബ്ബാനികള്, അതുപോലെ തന്നെ സ്വർഗം കിനാബ് കണ്ട് നടക്കുന്ന മനുഷ്യര് എന്ന് പറയുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താണ്? ഞാൻ സഹാബിമാരുടെ ചരിത്രമൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഇടയിലൊക്കെ ജീവിച്ചു പോയ ചില മനുഷ്യരുണ്ട്. കാണുമ്പോൾ അവരുടെ ജീവിതം കാണുമ്പോൾ കൊതി തോന്നുന്ന ചില മനുഷ്യരുണ്ട്. അവരെ കുറിച്ച് പറയാം. നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെ ഈ മഹല്ലുകളിലൊക്കെ ജീവിച്ചു പോയ ചില ആളുകളെ കുറിച്ച് നമുക്കറിയാം. CT സാദിഖ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്വർഗം കിനാബ് കണ്ട് നടക്കുന്ന മനുഷ്യനെന്ന്, സാത്വികനായ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിനാ എഴുതാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ആ ഒരു പുസ്തകം എഴുതാനുണ്ടായ ഒരു കാരണം, അതൊരിക്കലും ശാന്തപുരം കോളേജിൽ ലൈബ്രറിയിൽ വരുന്നുണ്ട്. ലൈബ്രറിയിൽ വരുമ്പോ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. കാരണം അദ്ദേഹത്തിന്റെ മകൻ അബൂദർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് അറിയാം അദ്ദേഹത്തെ കുറിച്ച്. കാരണം കണ്ണ് കാണാതായിട്ടുണ്ട്, അവസാന സമയമാകുമ്പോൾ കണ്ണ് കാണാതായിട്ടുണ്ട്. കാലിന്റെ മുട്ടുവേദന വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് പോയാൽ സ്ഥലം തിരിച്ചറിയാത്തൊരു അവസ്ഥയിലാണുള്ളത്. ആ സന്ദർഭം കണ്ടപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് അടുത്ത് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ യാത്രയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ?
ഈ യാത്രയൊക്കെ ഒന്ന് പതുക്കെ അവസാനിപ്പിച്ചിട്ട് ഇവിടെ പഴയ പോലെ, ശാന്തപുരത്തിന്റെ പഴയ കാളിയായിരുന്നല്ലോ, ആ കാളിയായിട്ടും അതുപോലെ തന്നെ ശാന്തപുരത്തിലെ അധ്യാപകനൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് ജീവിച്ചുകൂടെ ഇനിയെങ്കിലും എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കിയതാ. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തല താഴ്ത്തിയിട്ട് അദ്ദേഹം തല ആട്ടിയിട്ട് പറയാം, ഒന്ന് ഉറപ്പിച്ചിട്ടാണ് സംസാരിക്കുക. അങ്ങനെ തല ഇങ്ങനെ ഉറപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് പറയാം, ഇതാരാ നിന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാം, എന്റെ മക്കളായിരിക്കും, അതുകൊണ്ട് അവരോട് നീ പോയി പറയണം, എനിക്ക് എന്റെ ഈ യാത്രക്കിടയിൽ സ്വർഗത്തെ കണ്ടുമുട്ടണം, അള്ളാനെ കണ്ടുമുട്ടണം എന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനെ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതിനിടയിൽ പെടുങ്ങനെ പടച്ചോന്റെ അടുത്തേക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ മുമ്പിൽ ആരും തന്നെ തടസ്സം നിൽക്കരുത്. ഈ ഒരു മത്സര ബുദ്ധി അതേപോലെ നടന്നും ചെയ്തിട്ടോ, ആ ആഗ്രഹം അതുപോലെ നടന്നു. ഇതുപോലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നു. അവിടെ രാവിലെ മുതൽ എല്ലാ ടീമിനെയും കണ്ടു, ചെറിയ കുട്ടികളെ കണ്ടു, അതുപോലെ തന്നെ അതിലെ മധ്യവയസ്കരെ കണ്ടു, അതുപോലെ തന്നെ പ്രായം ചെന്നവരെ കണ്ടു. അവരോടൊക്കെ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു തആല വിയർപ്പ് വറ്റാതെ, നെറ്റിയിലെ വിയർപ്പ് വറ്റാതെ അദ്ദേഹത്തെ അവിടുന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ആ പ്രഭാഷണത്തിന്റെ ഇടയിൽ, ആ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ആ ജനാസ കണ്ട ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ. എത്ര മനോഹരമായിട്ടാണ് ആ മനുഷ്യൻ ചിരിച്ചു കിടന്നിരുന്നത്, എത്ര മനോഹരമായിട്ടാണ്. ഫലസ്തീനിലെ ചെറിയ കുട്ടികളൊക്കെ ഷഹീദായ ഫോട്ടോ നമ്മൾ കാണാറുണ്ടല്ലേ, ഇങ്ങനെ റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ, അതുപോലെയുള്ള ഒരു മുഖമായി പലത്തവണ പോയി കണ്ട് കൊതി തീരാതെ വീണ്ടും വീണ്ടും ആ ജനാസ കാണുകയാണ്. അങ്ങനെ സുന്നത്തൊന്നുമില്ല, പക്ഷെ കാണാനുള്ള കൊതി കൊണ്ട് വീണ്ടും വീണ്ടും ആ ജനാസ പോയി കാണുകയാണ്. അത്രയേറെ ഇഷ്ടത്തോടുകൂടി സ്വർഗത്തെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ, മനസ്സിൽ കൂടെ കൊണ്ട് നടന്നിരുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകൾ, അവരാണ് റബ്ബാനിയങ്ങൾ എന്ന് പറയുന്നത്. സ്വർഗമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, കിനാവിൽ മുഴുവനും സ്വർഗമായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ഉപ്പ ഒരു 4 വർഷം മുമ്പ് അള്ളാഹുവിലേക്ക് യാത്രയായി. ഞാൻ എവിടെയും പറയുന്ന കാര്യമാണ്. എനിക്ക് അത്ര ഞാൻ കണ്ടതിൽ വെച്ച്, നമുക്ക് നമ്മുടെ എപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ള കാര്യമാണ്, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ അടിച്ചിട്ട് വളർത്തേണ്ട ആവശ്യമില്ല. അടിച്ചിട്ട് വളർത്തിയിട്ട് അടിക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം, പക്ഷേ അടി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് വിചാരിക്കരുത്. ഇപ്പൊ പുതിയ തലമുറയൊക്കെ പ്രത്യേകിച്ച് അവരോട് ഒരുപാട് ഉപദേശവും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് അവർക്ക് വേണ്ടത്? ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് അവർക്ക് വേണ്ടത്. ഏറ്റവും മനോഹരമായ കാഴ്ച, മക്കൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച ഞാനായി മാറുക. എന്റെ കുട്ടി കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച ഞാനായി മാറിക്കഴിഞ്ഞാൽ പുറം കാഴ്ചകൾ തെരഞ്ഞവർ പോവുകയില്ല. ഇപ്പോൾ അവർ പുറം കാഴ്ച തെരഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താ? നമ്മളല്ല, വീട്ടിലെ നാട്ടിലെ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച വാപ്പയല്ല എങ്കിൽ, ഉമ്മയല്ല എങ്കിൽ അവർ പുറം കാഴ്ച കാണാൻ പോകും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച ഉപ്പയാണ്. എന്നെ ഉപ്പ ഒരിക്കലും അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കാഴ്ച മനോഹരമായിരുന്നു. ഉപ്പയുടെ ജീവിതം മനോഹരമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഉമ്മ എണീപ്പിച്ച് എന്നെ സുബൈക്ക് മുമ്പ്, കുറെ മുമ്പ് എണീക്കും ഉപ്പ. അങ്ങനെ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ ആയിട്ട് ഒരു റൂമുണ്ട്, ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുക ചെയ്യാം. ഒരു ദിവസം ഞങ്ങളൊക്കെ സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷം വിളിക്കാറുള്ളത്. പക്ഷെ ഒരു ദിവസം ഉമ്മ ഇങ്ങനെ നേരത്തെ എന്നെ വിളിച്ചുണർത്തിയിട്ട് ഉപ്പ നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന റൂമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വാതിലിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോ സുജൂദിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഉമ്മാന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ചോദിക്കുന്നുണ്ട്, മോനെ നോക്ക്, ആ ഉപ്പയൊക്കെ ചോദിക്കുന്ന സ്വർഗ്ഗമാണല്ലോ നമ്മളൊക്കെ ചോദിക്കുന്നത്, നമുക്കൊക്കെ അത് കിട്ടുമോന്നറിയില്ല. ഉമ്മാന്റെ ശൈലിയിൽ ചോദിച്ചതാ. നമുക്കൊക്കെ അത് കിട്ടുമെന്നറിയില്ല. ഇപ്പൊ നോക്ക്, എത്ര നേരമായി ആ സുജൂദിൽ കിടക്കാൻ തുടങ്ങിയിട്ട്, എത്ര സമയമായി ആ സുജൂദിൽ, അതുപോലെ തന്നെ ഖുർആൻ പാരായണമായി എപ്പോ എണീറ്റിട്ടുണ്ടെന്ന് ഉപ്പ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കാഴ്ച കാണിച്ചു തരികയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉപ്പ ഇങ്ങനെ സുജൂദിൽ ഞാൻ എണീറ്റ് വരിക. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്, കവിള് മുഴുവനും കണ്ണീര് കൊണ്ട് നനഞ്ഞിട്ടുണ്ട്, മുസല്ലയിലും കണ്ണീര് ഉച്ചി വീണിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് വരികയാണ്. നമുക്കറിയാം, നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം സ്വർഗത്തിൽ ചേരാനും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ നനവാണ് ആ മുസല്ലയിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ചില മനുഷ്യര്, ആ മനുഷ്യരുടെ പ്രത്യേകതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവര് അതിനുവേണ്ടിയുള്ള ഇവര് പ്രത്യേകത വിശ്രമമില്ലാതെ ജോലിയെടുക്കുമെന്നുള്ളതാണ്. വിശ്രമമില്ലാതെ ജോലിയെടുക്കും, ഒന്നും തന്നെ തടസ്സമല്ല അവർക്ക്.
വിശ്രമമില്ലാതെ ജോലി എടുക്കും. അവസാനം ഒരു ഉപ്പയെ സമയം ഞാൻ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം എന്ത് നോക്കിയാലും ഉപ്പയുടെ മനസ്സ് നിറയെ ഉപ്പയുടെ ചിത്രമാണ്. കാരണം അത്രമാത്രം ഒപ്പമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞതോടുകൂടി ഉപ്പയാണ് ഹൃദയം. എങ്ങോട്ട് തിരിഞ്ഞാലും ഉപ്പാന്റെ ഷിയാറുകൾ, അടയാളങ്ങൾ മാത്രം. സഹിക്കാൻ കഴിയാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴേക്കും കണ്ണിലും കൽബിലും നിറയെ ഉപ്പയുള്ള ഒരവസ്ഥ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശാന്തപുരത്ത് പള്ളിയിൽ ഒരു തൂണിനോട് ചാരി ഇങ്ങനെ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ തോളിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പിടിച്ചിട്ട് എണീപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള മുമ്പുണ്ടായിരുന്ന അസിസ്റ്റന്റ് കാളിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് എനിക്ക് അന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഉപ്പയും ഒന്നിച്ച് ഗൾഫിൽ ജോലി ചെയ്ത ആളുകളാണ്. ഞാൻ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് നല്ല കാഴ്ചയാകുന്നത് നമ്മുടെ മക്കൾക്ക് എന്നുള്ളതാണ്. എങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ വഴിയെ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഒരു വടിയുമില്ലാതെ വഴിയെ വരും എന്ന് ഉറപ്പാണ്. അങ്ങനെ ആ മനുഷ്യൻ എന്നെ പിടിച്ചുണർത്തിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പയുടെ കൂടെ ജോലി ചെയ്തിരുന്നു ഗൾഫില്. ഉപ്പ ഇതുപോലെ ഒരു മുനിസിപ്പാലിറ്റിയിലുള്ള ജോലിയായിരുന്നു. റോഡൊക്കെ വൃത്തിയാക്കുക, ആക്സിഡന്റിലൊക്കെ ഉണ്ടാവുന്ന മരണത്തിന്റെ അവിടെയൊക്കെ ജനാസ വൃത്തിയാക്കി കബറടക്കുക, ഇതൊക്കെയായിരുന്നു ഉപ്പാന്റെ ജോലി അവിടെ. അതിനിടയിൽ ഉപ്പ ഇങ്ങനെ അടിച്ചു വാരാൻ വേണ്ടി ഇങ്ങനെ ഓരോ റോഡിന് അരികിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ ഉപ്പ തന്റെ 5 പോക്കറ്റൊക്കെ ഉള്ള പാന്റ് ഇട്ടാണ് നടക്കുന്നത്. എന്തിനാണത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയണം, 5 പോക്കറ്റുകളിലും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളായിരുന്നു. ആ ലഘുലേഖ പല വ്യത്യസ്ത ഭാഷകളില്, മലയാളം മാത്രം അറിയുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം. പക്ഷേ കന്നഡ, തമിഴ് എല്ലാ ഭാഷയിലുമുള്ള പോക്കറ്റുകളും നിറച്ചു വെച്ചിരിക്കുകയാണ് ലഘുലേഖകൾ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന. അങ്ങനെ പറയുന്നു. അദ്ദേഹത്തെ അപ്പോഴവിടുന്ന് യാത്ര അയക്കുന്ന സമയത്ത് ആർക്കും അറിയാത്തൊരു 12 ചെറുപ്പക്കാർ കയറി വരും ആ യാത്രയപ്പ് യോഗത്തിലേക്ക്. അതിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സംസാരിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ, ആ 12 ആളുകളിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഇതാ ഈ വൃദ്ധനായ മനുഷ്യനാണ് ഞങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, നമുക്ക് എത്ര ഭാഷ അറിയാം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ പൊരി വെയിലത്തും ഇത് കൊണ്ടു നടക്കുന്നത്, എന്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത് എന്റെ സ്വർഗത്തിനുള്ള ആയുധമാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. എന്റെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ്, അല്ലെങ്കിൽ എന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള ആവശ്യമായ ആ ഒരു വിഭവമാണ് എന്നുള്ള ഓർമ്മയോടുകൂടി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അല്ലാതെ റസൂൽ പറഞ്ഞില്ല, ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അത് ഈ ദുനിയാവിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ രീതിയിൽ ഒരു സമയത്തും വിശ്രമമില്ലാതെ തന്റെ ഡ്യൂട്ടിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും സ്വർഗം ഇങ്ങനെ കിനാവ് കണ്ടിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുവാൻ വേണ്ടി ആഗ്രഹം തോന്നി നടക്കുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ്. എപ്പോഴും അതിനു വേണ്ടിയിട്ടായിരുന്നു. തന്റെ ജീവിതം മുഴുവനും അതിനു വേണ്ടിയാണ്. കെട്ടി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതന് നിങ്ങളാരും തന്നെ മറന്നിട്ടുണ്ടാവുകയില്ല. ആ മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ അവിടെ ഒരു റോഡ് വെട്ടുന്നതിന് വേണ്ടി, എറണാകുളത്ത് പോകുന്ന സമയത്ത് റോഡ് വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, അദ്ദേഹം മാത്രം റോഡ് വെട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ആ നാട്ടിൽ വളരെ അനിവാര്യമായിരുന്നു അത്. നമ്മളെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഉഖരിജത്തിൽ ഇന്നാസ് എന്നാണല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണല്ലോ അള്ളാന്റെ സ്വർഗം നമുക്ക് കിട്ടുക. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ സ്വർഗം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണല്ലോ അത് കിട്ടുക. അങ്ങനെ ഓടിപ്പണി ചെയ്യുമ്പോൾ എല്ലാ ആളുകളും പിന്നാലെ കൊടുക്കുക. അന്ന് ഇപ്പോഴും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒക്കെ പുണ്യം അദ്ദേഹത്തിലേക്ക് വരികയാണ്. ഉഖരിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. നമ്മളെ ജനങ്ങൾ തെരഞ്ഞെടുക്കണം, അപ്പോഴാണ് നമ്മൾ സ്വർഗവാസിയാവുക. നമ്മളെ അള്ളാഹു തെരഞ്ഞെടുക്കണം, അപ്പോഴാണ് നമുക്ക് സ്വർഗവാസിയാവുക. അങ്ങനെ പിന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം, ആരെയും ഭയപ്പെടുകയില്ല എന്നുള്ള, ഒരാളെയും പിന്നെ നമുക്ക് ഭയം ഉണ്ടാവുകയില്ല. അള്ളാഹനല്ലാതെ മറ്റാരെയും നമുക്ക് ഭയം ഉണ്ടാവുകയില്ല. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാനല്ലേ. അഹമ്മദ് യാസീൻ, സയ്യിദ് ഷഹീദ് അഹമ്മദ് യാസീന്റെ ഒക്കെ ഷഹാദത്ത് വരിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്നലെ. അങ്ങനെ അദ്ദേഹത്തിനോട് ഒരിക്കല് ശത്രുക്കൾ പറയുന്നുണ്ട്, ശത്രുക്കളെ കുറിച്ച് പത്രക്കാർ വളരെ സ്നേഹത്തോടുകൂടി പറയുന്നുണ്ട്, ജൂതന്മാർ നിങ്ങളെ തെരഞ്ഞ് നടക്കുകയാണ്, നിങ്ങളെ തെരഞ്ഞിട്ടാണ് ഈ ബോംബർ വിമാനവും അതുപോലെ തന്നെ മിസൈലുകളും പറന്ന് നടക്കുന്നത്. നിങ്ങളെ ഒന്നുമില്ല, തല മാത്രം ഇളകുന്ന ഒരു മനുഷ്യനാണ്, ഷഹാദത്ത് കുറിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രയും നാൾ അതെല്ലാം കൊഴഞ്ഞു പോയിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും കൊഴഞ്ഞു പോയിട്ടുണ്ട് ശരീരത്തില്, തല മാത്രമേ ഇളകുന്നുള്ളൂ. എന്നിട്ട് പത്രക്കാരെ പറയുന്നുണ്ട്, നിങ്ങളെ തെരഞ്ഞിട്ടാണ് ആ ശത്രുക്കൾ നടക്കുന്നത് കൊണ്ട് ഈ നിങ്ങളെ തെരഞ്ഞാണ് നടക്കുന്നത്. അപ്പോ ഈ അഹമ്മദ് യാസീൻ പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഞാൻ അവരെ തെരഞ്ഞാണ് നടക്കുന്നത്, അവരിലൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണം.
എന്റെ മുൻഗാമികളൊക്കെ അവരിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോയത്. ഇങ്ങനെ പറഞ്ഞ് പഠിച്ച ഒരു വിഭാഗമാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ കുട്ടികളൊക്കെ. അത് കേട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹമുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറയും, സ്വർഗം കിനാവ് കണ്ട് നടക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവർക്ക് മറ്റാരെയും ഭയമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിർഔന്റെ കൊട്ടാരത്തില് മജീഷ്യന്മാരായിട്ട് വന്നൊരു ടീമിനെ കുറിച്ച് നിങ്ങൾ ഖുർആനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. മജീഷ്യന്മാരായിട്ട് വരുമ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ ഈ കൊട്ടാരത്തിലെ മന്ത്രിമാരായിരിക്കും മൂസയുടെ റബ്ബിനെയും പരാജയപ്പെടുത്തിയാൽ. വലിയ സ്ഥാനമാണ്, വലിയ സ്ഥാനം. അത് കൊതിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അത്രയും വലിയ സ്ഥാനം കൊതിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ മൂസയുടെ റബ്ബും മൂസയുമാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമാണ് സത്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ അവരിതിൽ വിശ്വസിക്കുകയാണ്. ഈമാൻ അകത്ത് കിടന്നിട്ട് നിമിഷങ്ങളായിട്ടുള്ളൂ. അപ്പോഴേക്കും ഫിർഔന്റെ ഭീഷണി വന്നു, നിങ്ങളുടെ കൈയും കാലും ഞാൻ ഛേദിച്ചു കളയും, മുറിച്ചു കളയും എന്നുള്ളതാണ് ഭീഷണി. അങ്ങനെ ഭീഷണി വന്നപ്പോൾ അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിനക്ക് വേണ്ടതൊക്കെ നീ വിധിച്ചുകൊള്ളുക, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്കാണ് പോകുന്നത് എന്നുള്ള വിപ്ലവാത്മകമായ വർത്തമാനം പറയാൻ തീരുമാനിക്കുകയാണ്. ആലോചിച്ചൊക്കെ ഒരു നിമിഷം സ്വർഗത്തെക്കുറിച്ചുള്ള പൂതിമൂത്ത് ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ചപ്പോഴേക്കും അവരുടെ ശബ്ദത്തിന്റെ ശൈലി മാറി. ഞങ്ങൾക്ക് മന്ത്രിയാകാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്ന ആളുകളാണ്. പക്ഷേ അതിലെ രാജാവ് തന്നെ പ്രഖ്യാപിക്കുന്നു, നിങ്ങളെ കൈകാലുകൾ ഞങ്ങൾ കൊത്തി നിർക്കും എന്ന് പറയുമ്പോൾ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, നിനക്ക് വേണ്ടത് ചെയ്തോ, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇതിലേറെ വലിയ മഹനീയമായ സ്ഥാനങ്ങൾ നൽകാൻ പോകുന്നു എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അവിടെ ധീരമായ വർത്തമാനം പറയും നമുക്ക് കാണാൻ കഴിയും. എല്ലാം ത്യജിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഉള്ളത് മുഴുവനും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നവരാണ് റബ്ബാനിയങ്ങൾ എന്ന് പറയുന്നത്. എടുത്ത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദ് ഹൈദർ അലി ഷാന്തവർ എന്ന് പറയുന്ന ഈ നാട്ടിലൊക്കെ ജീവിക്കുന്ന, ഞങ്ങളൊക്കെ ഒരുപാട് ഈ പള്ളിയിൽ ഒരുപാട് സാക്ഷിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കല് മരണത്തിനൊക്കെ മുമ്പ് എന്നെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് എനിക്ക് തോന്നുന്നു ആ പുസ്തകമായിരിക്കും. അത്രയേറെ സ്നേഹിച്ചിട്ട് വേറെ ഒന്നിനെയും ഉണ്ടാവില്ല. കാരണം ആ ജീവിതം കണ്ടാൽ അറിയാം. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒന്ന് പുസ്തകമായിരിക്കും. ആ പുസ്തകത്തെ കുറിച്ച് പറയുന്നത്, കുറച്ച് പുസ്തകമുണ്ട്, നീ ലൈബ്രറിയിൽ കൊണ്ടുപോയി വെക്കുക, എല്ലാവരും ഉപയോഗിക്കട്ടെ അത് എന്ന് പറഞ്ഞു. അങ്ങനെ വഖഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. ഞാൻ സാധാരണ ഒരു വീട്ടിൽ ഇന്നിങ്ങനെ വിളിച്ചാല് ഒരു 5-6 പുസ്തകങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ബൈക്കിൽ പോവുകയാണ്. വീട്ടിൽ പോയപ്പോ ആ വാതിൽ തുറന്ന് അദ്ദേഹത്തിന്റെ വായനാ റൂം ഒന്ന് തുറന്നപ്പോൾ 2000-ലേറെ വലിയ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ. ആ വിലപിടിപ്പുള്ള പുസ്തകങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്. എന്നാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 3-4 പുസ്തകങ്ങൾ തരാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് എന്നോട് ചൂണ്ടിക്കാണിച്ചു, ഈ പുസ്തകങ്ങൾ മുഴുവനുമാണ് ലൈബ്രറിയിലേക്ക് ഞാൻ വഖഫ് ചെയ്യുന്നത്, ഇതിന്റെ അലമാറകളും നീ കൊണ്ടുപോകണം. അങ്ങനെ അതിന്റെ അത്ര ഓരോ പുസ്തകത്തെയും പരിചയപ്പെടുത്തി തരികയാണ്. അപ്പൊ പരിചയപ്പെടുത്തി തരുമ്പോൾ മക്കളെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഹൃദ്യമായിട്ട് വളരെ മനോഹരമായിട്ടാണ് ആ പുസ്തകങ്ങളെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ ജീവിച്ച ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ പുസ്തകങ്ങളെന്നറിയാം. എന്നിട്ടും എന്തിനു വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി ആ പുസ്തകങ്ങൾ ഈ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിലെ ആ പുസ്തകങ്ങൾ ഇപ്പോഴും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും, സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതാണ് ദാനധർമ്മങ്ങളുടെ ഒരു പ്രത്യേകത. നമുക്ക് വേണ്ടിയിട്ട് നിരന്തരമായി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നുണ്ടാകും. ആ രീതിയിലുള്ള എല്ലാം ത്യജിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു, ഒരുപാട് ആളുകളുണ്ടാവും. അതിലേറെ വലിയതൊക്കെ ഈ പള്ളിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമികമായ സംരംഭങ്ങളിലേക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അവിടെയൊക്കെ ജീവിതമാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ സ്വാധീനിച്ച ആളുകളുടെ ജീവിതമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുക, സ്വർഗത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ്. ഉലായിക്ക് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ അതാണല്ലോ, ഓടി നടക്കണം എങ്കിലേ കിട്ടൂ. സ്വർഗത്തിന് വേണ്ടിയിട്ട് നടന്നു പോകണം എന്നല്ല, ഓടി നടക്കണമെങ്കിൽ മാത്രമേ ഇങ്ങനെ ഓടി നടന്നാലേ കിട്ടൂ എന്നുള്ള. അങ്ങനെ ഓടി നടക്കുമ്പോഴേ നമുക്ക് ലഭിക്കുള്ളൂ. നമ്മൾ മരിക്കും, നമ്മളെല്ലാവരും മരണപ്പെടും. ആ മരണപ്പെടുമ്പോൾ എന്താഗ്രഹിച്ചാലാണ് നമുക്ക് സന്തോഷം കിട്ടുക? മരണത്തിന്റെ പായയിൽ ഇങ്ങനെ കിടക്കുകയാണ്.
നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാൻ പോകുന്ന ഒരു രംഗമാണ്, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന രംഗമാണ്. മരണത്തിന്റെ പായിൽ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നു. ആ സമയത്ത് ആരെ ഓർത്താൽ എന്തോർത്താലാണ് സന്തോഷം കിട്ടുക? മക്കളെ ഓർത്തു കഴിഞ്ഞാൽ സങ്കടമാണ്. ഇവിടെ വിട്ടുപിരിഞ്ഞ് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത്, സമ്പത്ത്, കച്ചവടം, ഇതൊക്കെ ഓർത്താലും സങ്കടമാണ്. പക്ഷെ എന്തോർത്താലാണ് സന്തോഷം കിട്ടുക? ഒന്ന് മാത്രം, നമ്മുടെ സ്വർഗം. അത് മാത്രം ഓർത്താലേ സന്തോഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ലഭിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട അവിടെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള അതിയായ അതിഥി സൽക്കാരം, സ്വർഗം. ആ സ്വർഗം മാത്രം ആഗ്രഹിച്ചാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അത് മാത്രം കണ്ടിങ്ങനെ കിടക്കണം മരണത്തിന്റെ പായയിൽ. എങ്കിലും നമുക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കെ.സി. അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പണ്ഡിതൻ, ഒരു വലിയ സംരംഭങ്ങളുടെ ഒക്കെ മുന്നണി പോരാളിയായിട്ടുള്ള, അതിനു വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അവസാനം ഒരു അസുഖം ബാധിക്കുന്നുണ്ട്. അസുഖം ബാധിച്ചപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അസ്ഥികളിലൊക്കെ ഭയങ്കര മാരകമായ വേദനയാണ്. വാദം ഒരു രീതിയിലുള്ള ഒരു വാദമാണ്. അസ്ഥികളിലൊക്കെ ഭയങ്കര സഹിക്കാൻ കഴിയാത്ത മാരകമായ വേദന. ഇതാണ് ഇതിന്റെ ലക്ഷണം. അപ്പൊ കുറച്ച് ചെറുപ്പക്കാര് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോവാൻ. സാധാരണ സന്ദർശനത്തിന്റെ സമയത്തൊക്കെ ചോദിക്കുന്ന പോലെ ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ, അസുഖം വേദനയൊക്കെ കുറവുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി, വേദന ആരാണ് അനുഭവിക്കുന്നത്? വേദന എന്താണ് അനുഭവിക്കുന്നത്? വേദന ശരിക്കും വേദന എവിടെയാണ് അനുഭവിക്കുന്നത്? ആത്മാവിലാണല്ലോ. അവിടെ ആത്മാവാണല്ലോ വേദന അനുഭവിക്കുന്നത്, ശരീരമല്ല. ആത്മാവിനാണ് അതിന്റെ ഫീലിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ആത്മാവ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ പറയാം എവിടെയുള്ളത്? അപ്പൊ മരണത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് അത് പറയുന്നത്. എന്റെ ആത്മാവ് ഇപ്പോൾ ഇവിടെ ഇല്ല. എവിടെയാണുള്ളത്? പിന്നെ ഞാൻ എന്റെ ഈ ഓട്ടത്തിനിടയിൽ ചെയ്തു വെച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതികള്, പലിശരഹിത നിധികള്, അതുപോലെ തന്നെ പള്ളി, മദ്രസ, ഇതൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ മനസ്സ് നിറയെ ഇതിന്റെ പ്രതിഫലം ഇങ്ങനെ മനസ്സ് നിറയെ നിറച്ചു വെച്ചിട്ടാണ് മരണത്തെ കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്നാൽ മാത്രമേ ഇങ്ങനെ മറുപടി പറയാനും കഴിയൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്വപ്നത്തെ സന്തോഷത്തോടുകൂടി സ്വർഗത്തെ കിനാവ് കണ്ടുകൊണ്ട് നമുക്ക് മരണത്തെ നേരിടുവാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ നിറച്ചു വെക്കണം എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ ഹൃദയത്തിൽ വൈറുള്ള അല്ലാഹ് എന്നുള്ളത്, അല്ലെങ്കിൽ ജന്നത്തല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അവർ ഒരു പ്രത്യേകതയോടെ പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഭയപ്പാടുണ്ടാവുകയില്ല. الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل. അങ്ങനെ പറയാൻ കഴിയാന്നുള്ള എല്ലാവരും പറയുന്നത്. അങ്ങനെ കാലു അവർ പറയും, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്കെതിരെയാണ് എല്ലാ ആളുകളും ഉള്ളത്, എല്ലാ ശക്തികളും നിങ്ങൾക്കെതിരെയാണ്, എല്ലാ ശക്തികളും ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുന്നു, എല്ലാവർക്കും നിങ്ങൾക്കെതിരെയാണ്. ഫഖ്ശൗഹും, അവരോട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, അവരെ ഭയപ്പെടുക. അപ്പോ വിശ്വാസികൾ, ഈ സ്വർഗം കിനാവ് കണ്ട് നടക്കുന്ന മനുഷ്യര് അവർ പറയും, അവരുടെ ഈമാൻ വർദ്ധിച്ചിട്ട് അവർ പറയും, വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പറയും. വനിഅമൽ വക്കീൽ, അതിലേറെ വലിയൊരു വക്കീലൊന്നും വേറെ ഇല്ല. പല വിധികളും നമുക്കെതിരെ വരും. അപ്പോഴൊക്കെ നമുക്ക് പറയാൻ കഴിയണം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്നുള്ളതാണ്. പലസ്തീനിലൊരു സ്ത്രീയുടെ ഒരു സംഭവം ഈ അടുത്ത് കാണുകയുണ്ടായി. ആ കുട്ടിയുടെ, സ്ത്രീയുടെ 4 മക്കളും ഷഹീദായിരിക്കുകയാണ്. 4 മക്കൾ ഷഹീദായിരിക്കുകയാണ്. അങ്ങനെ ഷഹീദായ ഒരു സ്ത്രീ ഇവരുടെ നേതാക്കളുടെ ഓഫീസിലേക്ക് കടന്നു, നേതാക്കളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നേതാക്കൾ പരസ്പരം അങ്ങനെ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉമ്മയെ നമ്മൾ സമാധാനിപ്പിക്കുക എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉമ്മ നേരെ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ഞാൻ 10 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. ആ 10 മക്കളെയും ഖുദ്സിന് വേണ്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത്, ബൈത്തുൽ മുഖദ്ദിസിന് വേണ്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 4 മക്കൾ ഷഹീദായ ഒരു ഉമ്മയാണെന്ന് വിചാരിച്ചിട്ട് എന്റെ ബാക്കിയുള്ള മക്കളെ നിങ്ങൾ പോരാട്ടത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാതിരിക്കാതിരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ കൊണ്ടുപോകാതിരിക്കരുത്, അത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ മക്കളെ ബാക്കിയുള്ളവരെയും ഞാൻ പ്രസവിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ ഈ പള്ളിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് അവരെ കൂടി കൊണ്ടുപോകണം എന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു വർത്തമാനം നമുക്ക് എന്ന് പറയാൻ കഴിയും? എന്റെ സമ്പത്തിനെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ച്, എന്റെ ജീവനെ കുറിച്ച്, എന്റെ മറ്റുള്ള സൗകര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാന് നമുക്ക് എന്നാണ് കഴിയുക എന്നുള്ളതാണ്. ഈ മഹല്ലിനെ ഇങ്ങനെ ആക്കി തീർത്ത ഒരു മനുഷ്യനുണ്ട്, മഹാമനുഷ്യൻ.
അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഇസുദ്ദീൻ മൗലവി എന്ന് പറയുന്ന വളരെ വലിയ മുത്തഖിയായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഒരിക്കല് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഖാമത്തുദ്ദീൻ എന്നുള്ള വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾ ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. ഇഖാമത്തുദ്ദീൻ എന്നൊന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഷർട്ട് പൊക്കി കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെയുണ്ട് ശരീരത്തിൽ ഇങ്ങനെ അടികിട്ടിയതിന്റെ പാടുകൾ. ഇതാണ് വിശദീകരണം എന്ന് പറയാം. അഥവാ ജീവിതത്തില് അത് പറഞ്ഞതിന്റെ പേരില് അനുഭവിച്ചതിന്റെ പേരിലുള്ള അനുഭവങ്ങളാണ് പകർന്നു കൊടുക്കുന്നത്. ഇതിനു വേണ്ടി ഇത്തരം ത്യാഗങ്ങൾ സഹിച്ച ആളുകളായിരുന്നു അവർ എവിടെ പോയാലും അങ്ങനെയായിരിക്കും. ജയിലിലേക്ക് കടന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം, ജയിലിലും അവർക്കുള്ള പണി. ജയിലിലേക്ക് അടച്ചു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ജയിലിൽ താമസിച്ച ഒരാളായിരുന്നു ഇസ്ഹാഖ് അലി മൗലവി എന്ന് പറയുന്ന ചന്തപുരം ഇസ്ലാമിക കോളേജിന്റെ തന്നെ പ്രിൻസിപ്പാളായിട്ടുള്ള ഒരു വ്യക്തി. വലിയ പണ്ഡിതനാണ്, സത്യനായ മനുഷ്യനാണ്. അദ്ദേഹം അദ്ദേഹത്തിന് അടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പണി എന്താ? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജയിലിലുള്ള ബാക്കിയുള്ള കുറ്റവാളികൾക്കൊക്കെ ഒപ്പം ഇരുത്തിയിട്ട് ഒരുപാട് സമയം അവർക്ക് ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് ഇത്? അവിടെ പോയി കഴിഞ്ഞാല് അതാണോ പണി? എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? എന്താ? എപ്പോഴും എവിടെയായാലും, ജയിലിലായാലും, എത്ര വലിയ സൗകര്യങ്ങളിലായാലും, എത്ര വലിയ ഇടുങ്ങിയ ജയിൽ മുറികളായാലും, കിനാവ് സ്വർഗം മാത്രമായിട്ടുള്ള മനുഷ്യര് ഇങ്ങനെ ചെയ്യും. എന്റെ ജീവിതത്തിൽ അതുണ്ടോ? എന്റെ ആഗ്രഹങ്ങളിൽ അത് കടന്നു വന്നിട്ടുണ്ടോ എങ്കിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നം ഉണ്ടാവൂല. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടു. ആ കാലിങ്ങനെ തൊട്ടുഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വർത്തമാനം, ഷൈഖുൻ മിൻ ജസദി സബഖനി ഇലൽ ജന്ന യാ അല്ലാഹ് ഇന്നക തഅലം യാ അല്ലാഹ് ഇന്നക തഅലം യാ അല്ലാഹ് ഇന്നക തഅലം. ഷൈഖുൻ മിൻ ജസദി, എന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം പോയിട്ടുണ്ട്. സബഖനി ഇലൽ ജന്ന, എന്റെ മുമ്പേ കടന്നിരിക്കുന്നു, എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് ആ ശരീരത്തിൽ നിന്നുള്ള ഭാഗം പോയിട്ടുണ്ട്. റബ്ബേ അതെടുത്തു വെക്കുക, ഞാനും വരുന്നു. യാ അല്ലാഹ് ഇന്നക തഅലം, പടച്ചോനെ നിനക്കറിയാം. അത് എന്റെ ദീനിന് വേണ്ടി മാത്രം സഞ്ചരിച്ചിട്ടുള്ള കാലാണ്, എന്റെ ദീനിന് വേണ്ടി മാത്രം സഞ്ചരിച്ച അവയവമാണ്. അതുകൊണ്ട് അത് മാറ്റിവെക്കുക. ഞാൻ അങ്ങനെ പറയാൻ എന്റെ അവയവങ്ങളെ കുറിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നുണ്ടല്ലോ. ഇബ്നു തൈമിയ്യ അവസാനം കൊന്നുകളയും എന്നൊക്കെ പറയും, ഭീഷണി വെക്കുമ്പോൾ അവർ പറയുന്ന ഒരു വർത്തമാനമാണ്, നിങ്ങളെങ്ങാനും എന്നെ നാട് കടത്തിയാൽ അള്ളാഹുവിലേക്കുള്ള ഒരു വിനോദസഞ്ചാരമായിട്ട് ഞാൻ സ്വീകരിക്കും. നിങ്ങൾ എന്നെ നാട് കടത്തിയാൽ, ബഹിഷ്കരിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകണം എന്നിങ്ങനെ പറയണ്ടല്ലോ. പോകണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന, ഇബ്നു തൈമിയ്യ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ എന്നെ നാട് കടത്തിയാൽ ഞാൻ അള്ളാഹുവിലേക്കുള്ള വിനോദസഞ്ചാരമായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കും. അല്ല, നിങ്ങൾ എന്നെ ജയിലിലടക്കാനാണ് തീരുമാനമെങ്കിൽ അള്ളാഹിന്റെ കൂടെ ഒറ്റക്കിരിക്കുവാനുള്ള മഹനീയമായ ഒരു സന്ദർഭമായിട്ട് ഞാൻ അതിനെ കാണും. ഇനി നിങ്ങൾ എന്നെ കൊന്നുകളയാനാണ് തീരുമാനമെങ്കിൽ ഞാൻ എന്റെ അള്ളാഹിന്റെ അടുത്തേക്ക് ഏറ്റവും വേഗം എത്തുവാനുള്ള ഒരു മാർഗമായിട്ട്, അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് ഏറ്റവും വേഗം എത്തുവാനുള്ള ഒരു മാർഗമായിട്ട് ഞാൻ അതിനെ കാണുമെന്നുള്ളതാണ്. ഹമീദ കുത്തുബ് എന്ന് പറയുന്ന സയ്യിദ് കുത്തുബിന്റെ പെങ്ങള് അവിടെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ പ്രായക്കാരിയാണ്, ഈജിപ്തിൽ ജയിലിലടക്കപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ജയിലിലടച്ചിട്ട് ഈ സയ്യിദ് കുത്തുബിനെ തൂക്കിക്കൊള്ളുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഹമീദ കുത്തുബിന്റെ സെല്ലിന്റെ അടുത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം കാണുന്ന ഒരു രംഗമുണ്ട്. ഹമീദ കുത്തുബ് അത് അവരുടെ ജീവിതാനുഭവങ്ങൾ, യാത്രാമൊഴി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു നിമിഷമാണ്, അവസാനത്തെ നിമിഷമാണ്. ജ്യേഷ്ഠനെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി സയ്യിദ് കുത്തുബിനെ കൊണ്ടുപോകുന്ന നേരമാണ്. സയ്യിദ് കുത്തുബ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പെങ്ങളോട് പറയുന്നുണ്ട്, ഒരുപാട് കാര്യം പറയാനുണ്ട്, നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പെങ്ങളാണ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു അനുജത്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. നമ്മൾ ഈ ജയിലിൽ കടന്നതിന് ശേഷം തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതോ അവസാനത്തെ നിമിഷമാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. പക്ഷേ സമയമില്ല, അനുവദിക്കുന്നില്ല. ഇവരനുവദിക്കുകയില്ലല്ലോ, സമയമില്ലല്ലോ. അതുകൊണ്ട് എല്ലാം പറയാം നമുക്ക്. നീ അങ്ങോട്ട് വാ, ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് വാ, അവിടെ വെച്ചിട്ട് നമുക്കെല്ലാം പറയാം എന്ന് പറയുന്നുണ്ട്. ഇതാണ് കിനാവ് എന്ന് പറയുന്നത്. ഇവരെയാണ് ഞാൻ സ്വർഗം കൊണ്ട് കിനാവ് കണ്ടവർ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം പറയാം നമുക്ക്, അവിടെ ചെല്ലാം. സഹോദരന്മാരെ, നമുക്ക് പറയാൻ കഴിയണം നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ അനുജത്തിമാരോട്, അനുജന്മാരോടൊക്കെ പറയാൻ കഴിയണം. മുഴുവൻ പറയാം നമുക്ക്, കൂടെ ഇരിക്കാൻ നമുക്ക്, ഉല്ലസിക്കാൻ നമുക്ക്, സ്വർഗത്തിലേക്ക് അവിടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കൂ. അവിടെ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്നിങ്ങനെ പറയാൻ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഫിറഔന്റെ കൊട്ടാരത്തിൽ നിന്ന്, നമ്രൂദിന്റെ ഫിറഔന്റെ കൊട്ടാരത്തിൽ നിന്ന് പോകുന്നുണ്ടല്ലോ.
ആ കൊട്ടാരത്തിൽ നിന്ന് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കാനാണ്, സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കാനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശിലെ ഇസ്ലാമിക പ്രവർത്തകര് അവിടെ തൂക്കിലേറ്റുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ അവസാനത്തെ നിമിഷങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലിങ്ങനെ മിന്നി നിറയുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒന്നും നിറയാനില്ല, അള്ളിൻ സ്വർഗവും മാത്രം നിറച്ചിട്ടാണ് ഇവരൊക്കെ പോവുക. അവരങ്ങനെ പോകുമ്പോൾ ആ തൂക്കുകയറിലേക്ക് കയറി ചെല്ലുന്ന സന്ദർഭത്തില് ബംഗ്ലാദേശിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കള് കാണിക്കുന്ന ഒരു ചിഹ്നമുണ്ട്. അത് ഇതാണ്. ഈ ചിഹ്നം നിങ്ങൾ വേറെ ചില സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിലാണ് ഫുട്ബോളിലൊക്കെ ജയിക്കുമ്പോൾ അഥവാ അത്രയും ഹരമുള്ള ഒരു മത്സരത്തില് വിജയിക്കുമ്പോൾ നമ്മൾ ആവേശപൂർവ്വം കാണിക്കുന്ന ചിഹ്നമാണ്. ഈ ചിഹ്നം കാണിച്ചിട്ടാണ് തൂക്കുകയറിലേക്ക് കയറിപ്പോകുന്നത്. അത്ര ആവേശമുണ്ടാകും അപ്പോൾ ഹൃദയത്തിൽ. എങ്കിലേ നമുക്കിത് കാണിക്കാൻ കഴിയൂ. വെറുതെ കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഈ ചിഹ്നം, വിജയത്തിന്റെ ഈ ചിഹ്നം കാണിക്കാൻ വെറുതെ കഴിയില്ല. അത്രയേറെ ആഹ്ലാദമുണ്ടാകുമ്പോഴാണ്. ചെറിയ വിജയങ്ങൾക്കൊന്നും നമ്മളിങ്ങനെ കാണിക്കാറില്ല. അത്രയേറെ ആഹ്ലാദവും അത്രയേറെ ആഗ്രഹവും ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അങ്ങനെ കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ആഗ്രഹിക്കുന്ന സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, മരണത്തിന് മുമ്പ് തന്നെ, മരണത്തിന്റെ സമയത്ത് തന്നെ നമ്മളോട് അങ്ങനെയുള്ള ആളുകളോട് പറയുമല്ലോ അല്ലാഹ്. അപ്പൊ തന്നെ നമുക്ക് തീരുമാനിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുക, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. എന്ത് മനോഹരമായ വർത്താനാണ്. നമ്മൾ മരണത്തിനോട് ഇങ്ങനെ മല്ലിടുമ്പോൾ എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെക്കുന്ന ഒരു വർത്തമാനം. ഇതിലൊന്നൊരു സംശയം വേണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചെന്നാണ്, ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. ആ നേരത്ത്, അങ്ങനെ കിടക്കുന്ന നേരത്ത് യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അള്ളാഹനെ ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, ഇത് കേൾക്കാൻ, അതാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടാകേണ്ടത്. അവസാന നിമിഷം അത് കേട്ടുകൊണ്ട് പോകാനാണ് നമുക്ക് കഴിയുന്നതെങ്കിൽ അതിനുവേണ്ടി ജീവിതകാലത്ത് ഹൃദയത്തിന് നമ്മൾ നിറച്ചു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നിറച്ചു വെക്കാൻ കഴിയുക. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എല്ലാറ്റിനെയും മാറ്റിമറക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചിട്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത്. അതും നമ്മുടെ ഓർമ്മ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയണം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ പറയപ്പെടും. ഒരാൾ ഇന്ന ആള് മരിച്ചു എന്നിങ്ങനെ വിളിച്ച് പറയപ്പെടും. നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ ഇങ്ങനെ അറിയിപ്പായിട്ട് വരും, ഇന്നാള് മരിച്ചു. ഒരു ദിവസം നമ്മുടെ വാട്സപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകളുടെ വാട്സപ്പിലേക്ക് പോകും മാറ്റ ഉമർ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നുള്ളത് അങ്ങനെ വിളിച്ചു പറയും. മാറ്റ ഉമർ എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം അതിനെക്കുറിച്ചുള്ള തീരുമാനം, അതിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട് എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്കും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്കും നമുക്ക് എത്താൻ കഴിയും. ഒരു ദിവസം കാന്തപുരത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം മഗ്‌രിബിന് മക്ബറയിലേക്ക് തന്നെ നോക്കുമ്പോൾ അവിടെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള, തോളിലൊരു വെളുത്ത തട്ടമൊക്കെ ഇട്ടുള്ള ഒരു മനുഷ്യൻ അടുത്ത് പോയി നോക്കി. അപ്പൊ ആരാണ് അത്? ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദ് PK എന്ന് പറയുന്ന കാന്തപുരം കോളേജിന്റെ മുമ്പിൽ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ നോക്കി നിൽക്കുക. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ഖബർ അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ആ ഖബറിലേക്ക് നോക്കി വെക്കുക. നോക്കി നിന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കയറി പോകുന്നു. അഥവാ ഞാൻ മരിച്ച് കിടക്കാൻ പോകുന്ന ഇടമാണ് ഇത് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കടന്നുറങ്ങാൻ പോകുന്നത്. ഒരുപക്ഷെ ആ കിടത്തെത്തിട്ട് തന്നെ അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന് വരും. ഇങ്ങനെയായിരിക്കും. ഒരു ദിവസം ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഇത് ഞാൻ പറയുന്നത് സഹാബിമാരുടെ ചരിത്രമല്ല, നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യരുടെ ചരിത്രമാണ് പറയുന്നത്. ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് വന്നു, പക്ഷേ കിതാബ് കൊണ്ടുവന്നിട്ടില്ല. എന്നോട് കിതാബ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതിന്റെ ചെറിയൊരു റൂമുണ്ട്. ആ റൂമിൽ ഒരു അലമാറയും കിടക്കാനുള്ള ഒരു ബെഡുമാണുള്ളത്, ഒരു കട്ടിലയുമുണ്ട്. ആ കട്ടിലിന്റെ ഒരു നേരെ ഓപ്പോസിറ്റായി ഈ അലമാറയിലാണ് കിതാബുള്ളത്. അലമാറ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അവിടെ വെള്ള പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു കവറില് കുറച്ച് തുണിക്കഷ്ണങ്ങളുണ്ട്. ഒന്ന് മറിച്ചും തിരിച്ചും നോക്കിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ കഫംപുടവയായിരുന്നു. കിടന്നുറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിത്യേന ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അവർക്ക് ഈ ഒരു പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെയും മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ കിനാബ് സ്വർഗമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കല് പ്രിയപ്പെട്ട ഉപ്പ പരലോകം ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്.
നേരത്തെ പറഞ്ഞ കെ.സി. അബ്ദുള്ള മൗലവി എഴുതിയതാണ്. വായിച്ചിട്ടില്ലാത്ത ആളുകളൊന്നും വായിക്കണം, നിർബന്ധമായി വായിക്കണം. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്ന ഒരു പുസ്തകമാണ്, നിരന്തരം നിർബന്ധിക്കുന്ന ഒരു പുസ്തകമാണ് പരലോകം ഖുർആൻ എന്ന പുസ്തകം. ഈ പുസ്തകം ഒരിക്കല് നാട്ടിലുള്ള ഒരു ദൈവനിഷേധിയായിട്ടുള്ള, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ദൈവനിഷേധിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ദൈവനിഷേധി എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ടിട്ട് പോലും പള്ളിയുടെ അടുത്ത് വരെ വന്നു, പക്ഷെ പള്ളിയിലേക്ക് കടന്നില്ല. എന്നിട്ട് അദ്ദേഹത്തെ അനുസ്മരണ യോഗത്തിൽ മാത്രം പങ്കെടുത്ത് പോയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ, ഒരു പ്രസ്ഥാനത്തിന്റെ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അത്രയും ഉന്നത സ്ഥാനങ്ങളിലുള്ള ഒരു വ്യക്തിയാണ്, അഥവാ പഴന്ന വായനയുള്ള ഒരു വ്യക്തിയാണെന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തിന് ഈ പരലോകം ഖുർആനുള്ള പുസ്തകം കൊണ്ടുപോയി കൊടുക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാണ് അയാൾക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത് എന്നൊക്കെ ചോദിച്ചു നോക്കി. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നിന്ന് തോന്നുന്ന തോന്നലാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ വാ, നമുക്ക് പോയി കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. ഒരു മാസം കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം വിളിച്ചു, ഉപ്പയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ പേരമക്കൾക്ക്, മക്കളൊക്കെ ഇതേ ആശയത്തിൽ പോയിട്ടുണ്ട്, നിരക്ഷരവാദികളായിട്ട് പോയിട്ടുണ്ട്, ഇനി പിടിച്ചാൽ കിട്ടൂല എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് എന്റെ പേരമക്കൾക്ക് വീട്ടിൽ വന്നിട്ട് നിങ്ങളൊക്കെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്നുള്ള ചോദ്യം. അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്ര മാറ്റമുണ്ടാക്കിയ പുസ്തകം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മക്കളെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ അയാൾക്ക് മാനക്കേടുണ്ടാകാം, കാരണം ഇതുവരെ കൊണ്ടു നടന്നൊരു ആശയം വേറെ ആയതുകൊണ്ട്. എന്നിട്ട് പറഞ്ഞ്, നിങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പരലോകത്തെക്കുറിച്ച്, ഖുർആനെ കുറിച്ച്, അതുപോലെ തന്നെ സ്വർഗനരകങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകം ഒന്ന് വീട്ടിൽ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ആ പുസ്തകം നിറയെ. അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള വർത്തമാനമാണ് ആ പുസ്തകം നിറയെ പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്വർഗം പൂത്ത് ഹൃദയം നിറയെ സ്വർഗത്തെ പൂത്ത് വെച്ചിട്ട് ഹൃദയത്തിന്റെ കൊലായിൽ മുഴുവനും, ഹൃദയത്തിന്റെ മുറ്റത്ത് മുഴുവനും സ്വർഗം പൂത്തു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പാണ് അള്ളാഹുവിന്റെ അടുത്ത് അത് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. അവിടെ വെച്ചിട്ട് ചോദിക്കും, ആരാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനുള്ള ആളുകൾ ആരാണ്? അവിടെ വെച്ച് നമുക്ക് പറയണം, ഞാനാണെന്ന് മാത്രമല്ല, കുടുംബസമേതം പോകണമെന്നാണ് നമ്മൾ തുടക്കത്തിലേക്ക് പോയി അവസാനിപ്പിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വല്ലാത്തൊരു സന്ദർഭം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ഒരു രംഗമാണ് ഉണ്ടാകേണ്ടത്. അപ്പോ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീനാമനൂ, നമ്മളോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വിശ്വാസികളായ ആളുകളോട് പറയും, നിങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ്. ആ ഒരു മോചനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നരകത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മോചിപ്പിച്ചെടുത്തുകൊണ്ട് വേണം സ്വർഗത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാന്റെ, ഉപ്പയുടെ, മക്കളുടെ, അതുപോലെ മക്കളുടെ, പേരക്കുട്ടികളുടെ ഒക്കെ കൈപിടിച്ചിട്ട് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് കിനാവ് കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുറാദ് ഹാസിലാക്കി തരുമാറാകട്ടെ. പടച്ച റബ്ബേ, നിന്റെ റസൂലിൽ ഞങ്ങൾക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട്, നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കുമെന്ന്. റബ്ബേ, ഞങ്ങളുടെ ഖബറുകളിലേക്ക്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ ബന്ധുക്കള്, ഞങ്ങളുടെ ഉസ്താദുമാര്, നേതാക്കള്, അവരുടെ ഖബറുകളിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. പടച്ചവനെ, നിന്റെ റസൂൽ ഞങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, നല്ല ആത്മാക്കൾക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു പുതപ്പ് ഖബറിലേക്ക് തന്നെ മാറ്റിവെക്കുമെന്ന്. അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിലെ ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ എല്ലാവരുടെയും ബന്ധുക്കളെ, എല്ലാവരെയും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് അറിയാതെ, ഇരുട്ടില്, പകലില്, യൗവനത്തില്, കൗമാരത്തില്, വാർദ്ധക്യത്തില്, ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളില് വന്നുപോയിട്ടുണ്ട് റബ്ബേ. പടച്ചവനെ, നാളെ ഉമ്മയും ഉപ്പയും കുടുംബക്കാരും എല്ലാവരും ഉള്ളെടുത്ത് വെച്ചത് പ്രദർശിപ്പിക്കല റബ്ബേ. ഞങ്ങളുടെ കിതാബിൽ നിന്നത് മായ്ച്ചു തരണേ നാഥ, പുറത്തു തരണേ നാഥ. അല്ലാഹു അത് പരലോകത്തേക്ക് നീട്ടിവെക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങള്, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റബ്ബേ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ നാഥ. പടച്ചവനെ, അല്ലാഹു, ഞങ്ങളുടെ മക്കള് അവരാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് റബ്ബേ. മലീമസമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ കൺകുളിർമകളാക്കി തരണേ നാഥ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണേ നാഥ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ, ഉപ്പ ഞങ്ങൾക്ക് നോക്കി പൂതി തീരുന്നതിന് മുമ്പാണ് നിന്നിലേക്ക് യാത്രയായിട്ടുള്ളത് റബ്ബേ.
അവിടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നീ നൽകണമേ നാഥ. അല്ലാഹു എന്റെ റസൂൽ ഞങ്ങൾക്ക് വല്ലാത്ത പൂതിയുള്ളൊരു ആഗ്രഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ കഴിയും, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയും ചില ആളുകൾക്ക് എന്ന്. റബ്ബേ, ഞങ്ങൾക്ക് നീ ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ നാഥ. എന്റെ റസൂൽ പിന്നെയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വർഗത്തിൽ അള്ളാഹുവിന് മനുഷ്യരിൽ നിന്നൊരു കൂട്ടം ആ കുടുംബക്കാരുണ്ട് എന്ന്. ഇന്നലിന്നാസി അഹ്ലീന ജനങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ അള്ളാന്റെ കുടുംബക്കാരാണ് എന്ന്. റബ്ബേ, അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹം കൂടാറുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയെ അതിനുള്ള പൂതി ഉണ്ടാകാറുണ്ട്. റബ്ബേ, അങ്ങനെ അള്ളാന്റെ കുടുംബക്കാരായി സ്വർഗത്തില് അള്ളാന്റെ സ്വർഗത്തില് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ നൽകണമേ നാഥ. പഠിച്ചവനെ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ജഅൽ ഖുബൂറഹും റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുമ്മ ഇഫ്തഹ് ലഹും ബാബൻ മിനൽ ജന്ന. അല്ലാഹുമ്മ അശ്രിബ് ലഹും ശുർബത്തൻ മിനൽ ജന്ന. اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وصيامنا. آمين آمين برحمتك يا أرحم الراحمين.